ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഫാദർ പോൾ തേലക്കാട്ടച്ചൻ റിപ്പോർട്ടർ ടിവിയോട് നിലപാട് വിശദീകരിക്കുകയാണ്. ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ആശങ്കയില്ലേ? തീർച്ചയായിട്ടും വലിയ ആശങ്കയുണ്ട്. ഇത് ക്രൈസ്തവർ മാത്രം നേരിടുന്നൊരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നില്ല. ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന പോലീസ് സ്റ്റേഷനിൽ നടന്നത് നിങ്ങൾ കണ്ടു കാണും. അവിടെ പോലീസുകാരോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ ബജറംഗ് ദളിൻ്റെ ഒരു വനിതയുണ്ട്. അവരാണ് ഈ സ്ത്രീകളെ, ഈ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുന്നതും അവരെ അട്ടഹസിക്കുന്നതും അവരോട് നിങ്ങൾ ദേശീയരല്ല, ഈ ദേശത്തുകാരല്ല, വിദേശികളാണെന്ന് വരെ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കുക, പോലീസ് FIR എഴുതുകയാണ്. അപ്പോൾ എഴുതിയപ്പോൾ എന്താ അവിടെ നടന്ന കുറ്റകൃത്യം? ഒരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട്. 3 പെൺപിള്ളേർ, പ്രായപൂർത്തിയായ പെൺപിള്ളേർ ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റില്ലാതിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നീട് ടിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. വേറെ ഒരു തെറ്റും, ഒരു ലോ ബ്രേക്കിങ്ങും അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവരെ 2-3 കന്യാസ്ത്രീകൾക്കെതിരായിട്ട് നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് തുടങ്ങിയ വളരെ ഗൗരവമായ NIA പരിശോധിക്കേണ്ട വകുപ്പുകൾ ചേർത്ത് എന്തുകൊണ്ടാണ് പോലീസ് കേസുണ്ടാക്കിയത്? ഇതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്നത്. ഇവിടെ സത്യം, നീതി, അതായത് ഒരു നിയമത്തിൻ്റെ നിഷ്പക്ഷമായ ആപ്ലിക്കേഷനല്ല, പക്ഷപാതപരമായ അവരെ കുടുക്കാനും അവരെ ദ്രോഹിക്കാനും ഉദ്ദേശിച്ച് തന്നെ നിയമം ഉപയോഗിക്കുകയാണ്. ഇതാണ് ആശങ്കയുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിനോട് താല്പര്യമില്ലാത്ത ആർക്കുമെതിരായി ഇത് ഉപയോഗിക്കും. അതുപയോഗിക്കുമെന്ന തെളിവാണ് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ. അതിനകത്ത് ചില കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, കൺസ്ട്രക്ഷൻ കമ്പനികൾ, ഇവരുടെ ഇഷ്ടമില്ലാത്തവർ കിടന്ന് കയറി ആക്രമിക്കുക, അവിടെ കിടന്ന് അന്വേഷണം നടത്തുകയാണ്. ഈ അന്വേഷണം നിർത്താനൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ഒരു 10,000 കോടിയുടെ ബോണ്ട് മേടിച്ചാൽ മതി. എല്ലാം, പിന്നെ ഒരു അന്വേഷണമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. കുറ്റമുണ്ടായിരുന്നെങ്കിൽ അന്വേഷണം തുടരേണ്ടതായിരുന്നു. കുറ്റമില്ലാത്തപ്പോൾ അന്വേഷണം നടത്തി കുറ്റക്കാരാക്കി കാശ് മേടിച്ച് ഭരിക്കാനാണ് ഇവർ പഠിച്ചിട്ടുള്ളത്. ഇത് ആരോടും, ഏത് പൗരനോടും, ഏത് മനുഷ്യനോടും, ന്യൂനപക്ഷങ്ങളോട് മാത്രമല്ല, ക്രൈസ്തവരോട് മാത്രം. അവിടെ 2 കന്യാസ്ത്രീയുടെ വേഷം ധരിച്ചവർ പോയതാ കുഴപ്പം. ആ വേഷം ഉണ്ടായില്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല, അവർക്ക് അറിയാൻ പറ്റില്ല. ആ വേഷം ധരിച്ച് നടക്കുന്ന ആരോടും ഇവർ ചെയ്യും എന്നാണ് കാണിക്കൊടി. അതാണ് ലോകത്തിനും ഭാരതത്തിനും മുഴുവൻ നൽകുന്ന ഒരു സന്ദേശം. ഈ സന്ദേശത്തോടാണ് ഭാരതത്തിലുള്ള ജനങ്ങൾ പ്രതികരിക്കേണ്ടത്. ഇവിടെ ഞാൻ ഓർക്കുന്നത് 1941 സെപ്റ്റംബർ 27 നാസി ജർമ്മനി ഒരു നിയമം പാസ്സാക്കി. എല്ലാ യഹൂദരും ഡേവിഡിൻ്റെ യെല്ലോ സ്റ്റാർ ധരിച്ച് വേണം പുറത്തിറങ്ങാൻ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ നാസികൾക്ക് അവരെ എന്തും ചെയ്യാം, ഒരു നിയമമില്ല, അവരെ കൊല്ലാം. അതാണ്, ആ ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഭീകരമായിട്ടുള്ളത്. ഇതിവിടെ ഞാൻ പറയുമ്പോൾ ഇത് ഹിന്ദുക്കളെ ഉദ്ദേശിച്ചൊന്നുമല്ല. ഇവിടെ ധാരാളം കോടിക്കണക്കിന് സെക്യുലർ ഹിന്ദുക്കളുണ്ട്. എല്ലാവരെയും ആദരിച്ച് കഴിയുന്ന, സമാധാനത്തോടെ നീതിപൂർവമായി ജീവിക്കണം എന്ന് കരുതുന്ന, എല്ലാവരോടും നിയമം ഒരുപോലെ അപ്ലൈ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രൈസ്തവരും പാർസികളും ഒക്കെ ഇവിടെയുണ്ട്. ഇവരാരെങ്കിലും സർക്കാരിനെതിരായാൽ കിട്ടാൻ പോകുന്നു ഇതാണ് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതാണ് ആശങ്കാജനകം. ഇതാണ് ഭരണകൂട അക്രമം, അതിക്രമം, ഭീകരതയാണ്. ഈ ഭീകരതയോടാണ് നമ്മൾ ചെറുത്ത് നിൽക്കേണ്ടത്. അതിനാണ് ജനങ്ങളെല്ലാം ഒന്നിച്ച് പ്രതിഷേധിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും. ഇത് നമ്മൾ നേരിടുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണത്. ഏത് നുണയും കെട്ടിവെച്ച് ആരെയും തുറുങ്കിലടയ്ക്കാം, എത്ര കാലം വേണമെങ്കിലും തുറുങ്കിലടയ്ക്കാം എന്നുള്ള സാധ്യത നിങ്ങൾക്ക് ഓർക്കണം. ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയൊന്നുമല്ല, മാർക്സിസ്റ്റുകാരുമല്ല. ആ ഇലക്ട്രൽ ബോണ്ടിനെ സീതാറാം യെച്ചൂരി പറഞ്ഞെന്നാൽ ലീഗലൈസിങ് കറപ്ഷൻ. ഇത് ചെയ്തതാണ് ഇവർ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാക്കാൻ യാതൊരു മടിയും ഇവർക്ക് ആർക്കുമില്ല. സത്യം പ്രശ്നമല്ല, നീതി പ്രശ്നമല്ല, നിയമം പ്രശ്നമല്ല. എല്ലാം മറികടക്കാൻ ബജറംഗ് ദളിലും പോലീസും റെയിൽവേയിലെ DTEയും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടെത്തിയത്. ഇതിനെക്കുറിച്ചുള്ള ആശങ്കയും ഇത് ആകുലതയുമാണ്. ഇത് ഭരണഘടനയ്ക്കും പൗരബോധത്തിനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും അവകാശത്തിനുമുള്ള കടന്നാക്രമണമാണ്. ഇതാണ് പ്രതിഷേധിക്കേണ്ടത്. ഇത് ക്രൈസ്തവരുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഏത് കക്ഷിയും
സർക്കാരിനെ എതിർത്താൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം ഇതാണെന്ന് ലോകത്തോട് കൃത്യമായൊരു പറയുകയാണ് ചെയ്തത്. ഇതിനോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഇതിൽ തന്നെ കേന്ദ്ര സർക്കാർ ഒരു കാര്യമായ ഇടപെടൽ നടത്താത്തത് പ്രതിഷേധാർഹമല്ലേ? തീർച്ചയായിട്ടും അവരിടപെടില്ല. കാരണം അവരുടെ ആജ്ഞാനുവർത്തികളാണ് ഇവരൊക്കെ. രണ്ട് കക്ഷികളല്ല. അവിടുത്തെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇതെല്ലാം ശരിയാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഇത് പരീക്ഷിക്കാനോ ഇതെന്താ ശരിയെന്താ തെറ്റേതാ സത്യം എന്താ നീതി ഏതാ എന്ന് അന്വേഷിക്കാൻ പോലും അവർ തയ്യാറില്ല. അവരങ്ങനെ ആ പേര് കണ്ടു ആ വേഷം കണ്ടാൽ അവരെ കൊല്ലാനും ഏത് അക്രമവും ചെയ്യാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്നുള്ള ഒരവസ്ഥയാണ് സംജാതമാകുന്നത്. ഇതാണ് പ്രതിഷേധിക്കേണ്ടത്. പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനം വരുന്നത് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ കേക്കും വൈനും കൊടുത്ത് ഒരു അനുഭാവ നിലപാട് സ്വീകരിക്കും, അത് ഉത്തരേന്ത്യയിൽ ഒരു കൈവേലങ്ങളിലേക്ക് പോവുകയുമെന്നാണ്. ഇതൊക്കെ വെറും ഇരട്ടത്താപ്പാണ്. ഇതൊക്കെ ആളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. അവരുടെ പോളിസി, അവരുടെ ഹിന്ദുത്വ പോളിസിയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. മാറിയെന്നവർ പറയട്ടെ. ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ അംഗീകരിക്കും ആദരിക്കുമെന്ന് അവരിലാരും ഇന്നും വരെ പറഞ്ഞിട്ടില്ല. അവരാരും പറഞ്ഞില്ല. അവശ്യ വിഭാഗങ്ങളെ ബലപ്പെടുത്തുന്നത് അവരെയൊക്കെ ഓടിക്കുക. അങ്ങനെ ഇവിടെ എന്താണ് അവർ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും അവർ നിഷേധിച്ചിട്ടില്ല. അതിന് നടപ്പിലാക്കലാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ആശങ്കാജനകം. ഈ ഏത് പൗരനെയും ആശങ്കപ്പെടുത്തുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധിയായി മാറുന്ന ഇതാണ്. അപ്പോൾ തന്നെ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുകയൊന്നും ചെയ്യാതെ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഈ സഭാ നേതൃത്വത്തെ കണ്ടൊരു അനുനയത്തിലുള്ള നീക്കമൊക്കെ തുടരുന്നുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും വിജയിക്കും? അത് ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത അനുനയമൊന്നും വേണ്ട. എല്ലാവരോടും ഒരേ വിധത്തിൽ നീതിയും ന്യായവും നടപ്പിലാക്കിയാൽ മതി. രാഷ്ട്രത്തെയും അധികാരത്തെയും വിമർശിക്കാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. ഈ അവകാശം അംഗീകരിച്ച് എല്ലാവരെയും ഒരുപോലെ കാണുന്നൊരു കാഴ്ചപ്പാട്, ഒരു ഹ്യൂമനിസം, ഇതാണ് ഇവിടെ ഇല്ലാതെയാകുന്നത്. മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്നതാണ്. ഒരു കന്യാസ്ത്രീയുടെ അവകാശമല്ലാതെ മനുഷ്യാവകാശമാണ്. ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാനും ഒരു സ്ഥലത്ത് വന്നിരിക്കാനോ പോകാനുമുള്ള അവകാശമാണ്. അതാണ് നിഷേധിച്ചത്. അല്ലാതെ ഒരു കന്യാസ്ത്രീ കേട്ടൻ്റെ വലിയ ഇവിടെ പ്രിവിലേജൊന്നും വേണ്ട, ആർക്കും വേണ്ട, അച്ഛന്മാർക്കും വേണ്ട. പക്ഷേ എല്ലാവരോടും നീതിപൂർവമായി നിയമം അപ്ലൈ ചെയ്യാനും നിയമം ഉപയോഗിക്കാനും ഉപയോഗിക്കുമെന്ന് ഉറപ്പാക്കാനും ഒക്കെ ഇവിടെ കോടതികളോടുകൂടി നിറം തിരിച്ചാൽ അവസ്ഥ എന്താണ്? കോടതികൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ റദ്ദാക്കിയെന്ന് എനിക്കറിയാം. പക്ഷേ താഴ്ന്ന ചില കോടതികളിലും ഇത് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കോടതികളിലും ഈ നിറം വന്നാൽ നമുക്ക് എന്താ വേറെ വഴിയുള്ളത്? ഇതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. കോടതിയിൽ ഇപ്പോൾ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു ആശ്വാസം മാത്രമാണ് നിലവിലുള്ളത്. മറ്റെല്ലാം നമുക്ക് എവിടെ കിട്ടും എന്നുള്ള ചോദ്യമുണ്ട്. നീതിയും ന്യായവും സത്യവും സംരക്ഷിക്കപ്പെടില്ല എന്ന ഉറപ്പുണ്ടാകുമ്പോൾ ജനങ്ങൾ എന്താ ചെയ്യുക? ആ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടിരിക്കുന്നത്. മനുഷ്യാവകാശത്തിൻ്റെയും ഭരണഘടനയും ഒക്കെ ലംഘനമെന്നാണ് അച്ഛൻ പറയുന്നത്. എന്തായാലും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും അവരെ തുറുങ്കിലടച്ചതിലും ശക്തമായ പ്രതിഷേധമാണ് ഫാദർ പോൾ തേലക്കാട്ടച്ചൻ രേഖപ്പെടുത്തിയത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനോടൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.